മാറാക്കര പഞ്ചായത്ത് കാടാമ്പുഴ വാർഡ് 16-ൽ UDF സ്ഥാനാർത്ഥിയായി KP സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജനകീയ മുഖമായ സുരേന്ദ്രൻ മുൻ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. എല്ലാവർക്കും പരിചിതനും സൗമ്യ സ്വഭാവക്കാരനും യുവാക്കളുടെ പ്രിയങ്കരനുമായി അറിയപ്പെടുന്ന സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പ്രദേശത്ത് വലിയ സ്വീകരണമാണ് നേടുന്നത്. KLM ഡയാലിസിസ് സെന്റർ വൈസ് ചെയർമാൻ, പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ചീഫ് കോർഡിനേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന സുരേന്ദ്രൻ ഒട്ടേറെ ചാരിറ്റി സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് KP സുരേന്ദ്രൻ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, മാറാക്കര UDF ചെയർമാൻ, കാടാമ്പുഴ ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കലാ, കായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായ സുരേന്ദ്രൻ ഒരു കലാകാരൻ കൂടിയാണ്. നാമനിർദ്ദേശ പത്രിക 2 സെറ്റായി കുറ്റിപ്പുറം ബ്ലോക്ക് AXCക്കാണ് അദ്ദേഹം സമർപ്പിച്ചത്. പത്രികാ സമർപ്പണത്തിൽ മാറാക്കര UDF ചെയർമാൻ VK ഷെഫീഖ് മാസ്റ്റർ, മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് ട്രഷറർ തുറക്കൽ അബൂബക്കർ, ബഷീർ പള്ളിയാലിൽ, നിസാർ തോട്ടോളി, ഷംനാസ് കടവണ്ടി, കരീം പുല്ലാട്ടിൽ, രായിൻ പാമ്പലത്ത്, മുത്തു ഏർക്കര, CT മൊയ്തീൻകുട്ടി, ഷബീബ് കാടാമ്പുഴ, സഹീർ കാലുടി തുടങ്ങി നിരവധി പ്രവർത്തകർക്കും അനുയായികൾക്കും ഒപ്പമാണ് പത്രിക സമർപ്പിച്ചത്. ചിരിച്ച മുഖം, സൗമ്യത, എല്ലാവരോടും ഇടപഴകുന്ന സ്വഭാവം എന്നിവ KP സുരേന്ദ്രനെ ഈ പ്രദേശത്ത് മാത്രമല്ല പുറത്തും അറിയപ്പെടുന്ന ജനപ്രിയനായ നേതാവാക്കി മാറ്റിയിട്ടുണ്ട്. മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് കാടാമ്പുഴയിൽ നിന്ന് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. കാടാമ്പുഴ എന്ന് പറയുന്നാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ആ കാടാമ്പുഴ നഗരത്തിൻ്റെ ജനപ്രതിനിധിയാവാൻ വേണ്ടിയുള്ള മത്സരത്തിൽ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. 2010 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആ ഡിവിഷനിൽ ചെയ്യാൻ അതേ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസം നമുക്ക് ചെറുതല്ല, വലിയൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ 10-15 വർഷങ്ങളായി കാടാമ്പുഴ പഞ്ചായത്ത് വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കൊണ്ട് ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം സാധാരണ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു നിൽക്കുകയാണ്. അതിനെതിരെ ശക്തമായ ഒരു ജനവികാരമുണ്ടാകും. യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്താതെ നഗരമായാലും നഗരത്തോട് ചേർന്നിട്ടുള്ള പ്രദേശമായാലും ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളായാലും അവിടെയൊക്കെയും കഴിഞ്ഞ 15 വർഷമായി യാതൊരു ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. അതിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറും. ഐക്യജനാധിപത്യ മുന്നണി അത് ശക്തമായ ഒരു തിരിച്ചുവരവ് ആ വാർഡിൽ നടത്തുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. ആ വാർഡിൻ്റെ ഏത് ഭാഗങ്ങളിൽ പോയി നോക്കിയാലും യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യം കിട്ടാത്ത തരത്തിലുള്ള കഴിഞ്ഞ 15 വർഷത്തെ CPMന്റെ ദുർഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പായി ഇതിനെ മാറണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവരെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് കരുതുന്നു. അതോടൊപ്പം യുവജനങ്ങളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്ന ഒരു 60-70 വയസ്സുകായ വയോജനങ്ങൾക്കൊക്കെ ക്ഷേമകരമായ നിരവധി പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വീട്ടമ്മമാർക്ക് അടക്കുന്ന ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ വരുന്ന ഡിസംബർ 11 നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ ഓരോ വോട്ടുകളും നൽകി ബഹുഭൂരിപക്ഷത്തോടു കൂടി കാടാമ്പുഴ വാർഡിൽ നിന്ന് എന്നെ തെരഞ്ഞെടുക്കണമേ എന്നാണ് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്. കാടാമ്പുഴ അമ്പലം ഉൾപ്പെടുന്ന പ്രദേശമായ വാർഡ് 16-ൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ സജീവമായി തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.